C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. പറയാം. സത്യം പറ. പറയാം ഇരിക്കും. പതുക്കെ. എന്താടി കാണിക്കുന്നേ? എന്താ സുസ്മിത? കണ്ടോ ആന്റി അവൾ എന്താ കാണിക്കുന്നേന്ന്? ശാലിനി, ഇനി നീ വിഷ്ണുവിനെ വിടാതെ പിടിച്ചോണ്ടിരിക്കുക? നാണമില്ലേ നിനക്ക്? ഞാൻ വിടാതെ പിടിച്ചിരിക്കുന്നതല്ല, ദൈവം ചേർത്ത് വെച്ചത് വേർപിരിയാൻ വിസമ്മതിക്കുക. പൊട്ടിച്ചു തരാടി ദൈവം ചേർത്ത് വെച്ചത്. സുസ്മിത, അത് അവള് തന്നെ അഴിക്കട്ടെ. അങ്ങനെ അത് വേണ്ടത്. ദൈവം ചേർത്ത് വെച്ചത് ഇപ്പൊ നീ തന്നെ അഴിച്ചില്ലേ? ദൈവത്തിന് നിരക്കാത്തത് ചെയ്തവളെ കൊണ്ട് അവൾ ഉണ്ടാക്കിയ കുരു കഴിപ്പിക്കാൻ അറിയാം ഈ സത്യഭാമിക്ക്. ഞാൻ ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല സത്യാമ്മേ. സത്യഭാമയും കുടുംബത്തിനെയും മാനം കെടുത്തിട്ട് നിന്ന് ചെലക്കുന്നോടി. കടന്നു പോ പുറത്ത്. നിന്നോടല്ലേ പറഞ്ഞത് പുറത്തു പോവാൻ? ഡി കടക്കു പുറത്ത്. സത്യം പറയുന്നേ. ആന്റി ഇത് കണ്ടോ? അവള് മയക്കി വെച്ചിരിക്കാ വിഷ്ണുവേട്ടനെ. പരിഹാരം കാണുന്നുണ്ട് ഞാൻ. മോള് വാ. കല്യാണം അവരൊക്കെ വരുന്നുണ്ട്. കരഞ്ഞു പിഴിഞ്ഞൊരു സീൻ ഉണ്ടാക്കണ്ട. അച്ഛാ, ഞാൻ പോവാ. മോളെ നിക്ക് മോളെ. ഭാമേ, ശാലിനിയെ അങ്ങനെ വിടാൻ പോവാണോ നീ? ഹാ, അങ്കിള് പറഞ്ഞത് കറക്റ്റ് ആന്റി. ഇവളെ അങ്ങനെ അങ്ങ് വിടാൻ പാടില്ല. ഈ അവസ്ഥയിലല്ലേ ഇവള് വിഷ്ണുവേട്ടനെ കൊണ്ട് ഇവിടെ വിട്ടത്. അച്ഛാ, നിൽക്കവിടെ. അങ്ങനെ അങ്ങ് പോയാലോ നീ? കൊടുക്കാൻഡി, അവളുടെ ചെകിട്ടത്ത് തന്നെ ഒന്ന് കൊടുക്ക. ഇവൾക്കും വിഷ്ണുവിന് വേണ്ടി നീ ഒരുക്കിയ വിവാഹ മണ്ഡപത്തിൽ ഞാനും ഉണ്ടായിരുന്നതല്ലേ. അന്നേ നിനക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല ശാലിനിയെ. കെട്ടുകഴിഞ്ഞതിന്റെ തൊട്ട് പിന്നാലെ അവളുടെ കഴുത്തിലെ താലിമാല പൊട്ടിക്കാൻ ഒരുങ്ങിയതാ ഈ നിൽക്കുന്ന പെണ്ണ്. നിങ്ങൾ അതിനൊരു അവസരത്തിന് വേണ്ടി കാത്തു. നീ പോകണ്ട.
നീ ഇവിടെ ഉണ്ടാവണം. വിഷ്ണുവിന്റെയും സുസ്മിതയുടെയും കല്യാണം കഴിയുന്നത് വരെ. എന്തിനാ എന്റെ ഇവളിവിടെ? കാര്യമുണ്ട്. ഹോട്ടൽ നടത്തി ജീവിക്കുന്ന ശാരദയുടെ മകളെ ഒഴിവാക്കി UK ജോലിയുള്ള രാജശേഖരന്റെ മകളുമായിട്ട് സത്യഭാമ കല്യാണം നടത്തുകയാണെന്ന് ഒരു ശ്രുതിയുണ്ട് നാട്ടിൽ. ഒരു നാവിന്ന് അത് പല നാവിലേക്ക് പോയെന്നിരിക്കും. നാടിന് നീതി നടപ്പിലാക്കുന്ന സത്യഭാമ വീടിനുള്ളിൽ പണം കൊതിക്കുന്ന പലിശക്കാരിയാണെന്ന് ആരും പറയാൻ ഇടവരരുത്. ഇവൾ ഒരാളുടെ കുറ്റം കൊണ്ട് തന്നെയാ ഈ വിവാഹം ഒഴിയുന്നതെന്ന ബോധ്യം വരണം എല്ലാവർക്കും. ഇതിനെല്ലാത്തിനും സാക്ഷിയായി ഇവൾ ഇവിടെ തന്നെ വേണം. എന്നാലും ആന്റി, നിനക്ക് ആശങ്കയൊന്നും വേണ്ട സുസ്മിത. പൊന്നിയെ ഞാൻ ഇവിടുന്ന് അങ്ങ് പറഞ്ഞു വിടുക. ഇനി കല്യാണത്തിന് വന്നാ മതി അവള്. പൊന്നിക്ക് പകരമായി പുതിയ ഒരാൾ അടുക്കള നോക്കാൻ എത്തിന്ന് കരുതിയാ മതി. ഭാമേ, ഇനി മുതലേ ഈ വീടിന്റെ നടത്തിപ്പ് നിനക്കാ സുസ്മിത. നിന്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ഇവളാ. നാളെ നിന്റെ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടിന് ഒരുക്കേണ്ടത് ഇവളുടെ കടമയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.